ഹായ് ഗായ്സ്, പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എൻ്റെ ഫസ്റ്റ് ഹോസ്റ്റിംഗ് ആണ് ഇതൊരു പോഡ്കാസ്റ്റിന്റെ. അതുപോലെ തന്നെ നിങ്ങളുടെയും ഫസ്റ്റത്തെ ആയിരിക്കും എനിക്കറിയാം. നിങ്ങളെ ആദ്യം ഒന്ന് എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് വിഷ്ണു. എൻ്റെ വീട് കണ്ണൂർ തലപ്പുറമാണ്. ഫ്ലട്ടറിലാണ് വർക്ക്. എൻ്റെ അക്ഷയ്, ഞാൻ കണ്ണൂരാണ്. സെക്കൻഡ് കോളേജ്. എൻ്റെ പേര് അക്ഷയ്, ഞാൻ അപ്പുറത്താണ് സെക്കൻഡ് കോളേജ്. എൻ്റെ പേര് സ്വാതി, ഞാൻ കാസർഗോഡ്. എൻ്റെ പേര് ആരതി, കോഴിക്കോടാണ്. ഫ്ലഡ് ട്രെയിനായിട്ട് വർക്ക് ചെയ്യും. എൻ്റെ പേര് അത് കണ്ണൂർ പാലക്കാടാണ്. എൻ്റെ പേര് അനന്ത, അപ്പുറത്താണ് വീട്. ഫ്രണ്ട് റിയാക്ട് ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ടാണോ ഇത് മംഗലാപുരത്ത് വന്നിട്ട് എല്ലാവരും ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്തിട്ട്? കേരളം പോലെ അല്ല, എന്തായാലും കുറെ മാറ്റമുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ട് വന്നിട്ട് ഞാൻ കുറച്ചല്ലേ ആയുള്ളൂ. ഫുഡൊക്കെ ശരിയാണ്, ഇഷ്ടപ്പെട്ടില്ല. അത് നമ്മള് പുറത്തോട്ട് പിടിക്കാൻ പോകുമ്പോൾ വിചാരിക്കില്ല, ഓക്കെ കുറച്ചും കൂടി ഫ്രീഡം, രാത്രി ഇവിടെ നൈറ്റ് ലൈഫ് പോയിട്ടൊരു സംഭവമില്ല. അപ്പൊ നമുക്ക് ആ ഒരു ഫ്രീ ടൈം പുറത്തൊന്നും പോകാൻ കുറെ കലാപങ്ങളും അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി അപ്പൊ ഇങ്ങനെ കോട്രോക്സില് എങ്ങനെ നിങ്ങൾ കോട്രോക്സിലല്ലേ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്? എങ്ങനെ ചൂസ് ചെയ്തത് കോട്രോക്സ്? അതായത് നമ്മള് ആ ഒരു ടൈമില് ഞങ്ങൾ സീനിയേഴ്സ് ഇങ്ങനെ പറയും, ഞങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയില. അപ്പോ മൊത്തത്തിൽ എല്ലാ പ്രൊജക്റ്റും ചെയ്യുന്നത് അവിടെ ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും പെയ്ഡും ഓക്കെ ആണ്. അപ്പൊ ഞങ്ങൾ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം പെയ്ഡ് പറ്റത്തേ ഇല്ല. അപ്പൊ പെയ്ഡ് അല്ലാത്തൊരു സംഭവം കിട്ടാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ സീനിയേഴ്സ് പറഞ്ഞു മുന്നേ നോക്കി തുടങ്ങിക്കോ, അപ്പൊ അത് നിങ്ങൾക്ക് ബെറ്റർ ആവും പറഞ്ഞു. ഓക്കെ, എല്ലാം കൂടി ഷഫിൾ ചെയ്തിട്ട് ഭയങ്കര റിസ്ക് ആവും അല്ലെങ്കിൽ ലാസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പോവാണെങ്കിൽ ഈ ഒരു ടീമാണ് ഞങ്ങൾ, കുറച്ച് പേരും കൂടി ഉണ്ട്, കുറച്ചാരും മാറിപ്പോയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്ഥലത്ത് തന്നെ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോ അതിലാണെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും കുറച്ച് അറിയാത്ത ആൾക്കാരും എല്ലാവരും കൂടി മിക്സ് ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് എറണാകുളത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് റഷ്യത്തിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് റഷ്യത്ത് എനിക്ക് എപ്പോഴും കാണാൻ പറ്റില്ല. പെട്ടെന്ന് ഇന്റർവ്യൂ പോയി, അത് കിട്ടി, വേറെ സ്ഥലത്ത് ആയി. നമ്മള് ജസ്റ്റ് വേറെ കുറെ പേരുണ്ടായിരുന്നു ഒന്നിച്ച്, പക്ഷെ ഇവൻ അധികം കണ്ടിട്ടില്ല. പക്ഷെ എങ്കിൽ കമ്പനിയാണ്. അപ്പൊ ഇവനിങ്ങനെ ഇവിടത്തെ മംഗലാപുരത്തെ ഓഫീസിന്റെ കാര്യങ്ങളും റിലീസൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് എല്ലാവരും ഞാൻ കണ്ടു. പിന്നെ വേറെ ഫ്രണ്ട്സ് ഉണ്ടായി ആക്ച്വലി, അതുപോലെ തന്നെ സുഷ്മ, അവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ ഒന്ന് ജസ്റ്റ് ഋഷി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ ദിവസം എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നിനക്ക് ഹെൽപ്പ് ചെയ്യോ എന്നുള്ള രീതി ചോദിച്ചപ്പോ ഋഷിത്ത് അപ്പൊ തന്നെ പോന്നോ, ഒരു കുഴപ്പമില്ല, ചെയ്യാം. അപ്പൊ ഇവർക്കൊക്കെ ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമുക്കാണ് കിട്ടിയത്. ബാക്കിയൊക്കെ എല്ലാവരും അന്വേഷിച്ച് പോകും. നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യും, എല്ലാവരും വിളിച്ചോ പുറത്ത് കൊല്ലേ ഓക്കെ വിചാരിച്ചു. ഇന്റേൺഷിപ്പ് ആണോ പ്രൊജക്റ്റ് ആണോ ചൂസ് ചെയ്യേണ്ടത്? നിങ്ങൾ എങ്ങനെയാണ്? നമുക്ക് ഇതേപോലെ മീൻ പ്രോജക്റ്റ് സംഭവം. ആ മീൻ പ്രോജക്റ്റ് ഞാൻ വേറെ ടീമാണ്. മീൻ പ്രോജക്റ്റ് ഞങ്ങൾ നല്ലോണം പെട്ടു, അത്യാവശ്യം നല്ലോണം പെട്ടു. എല്ലാവരും പേടിയാണ്. അപ്പൊ ഞങ്ങള് ഭയങ്കര നല്ല ബുദ്ധിമുട്ടിയിരുന്നു. അപ്പൊ ഞങ്ങള് മീൻ പ്രോജക്റ്റിന്റെ കേസിൽ നമ്മൾ തീരുമാനിച്ചു പ്രൊജക്റ്റ് വേണ്ട, ഇന്റേൺഷിപ്പ് എവിടെയെങ്കിലും കുഴപ്പമില്ല, ഇന്റേൺഷിപ്പ്. അപ്പോൾ 2 വർഷം വന്നപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തു. അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിൽ തിയറി പേപ്പേഴ്സിന് ഇമ്പോർട്ടൻസ് ഇല്ല, ഒക്കെ പ്രാക്ടിക്കൽ ഇവിടെ. അപ്പൊ ഈ മിനി പ്രോജക്ട് ലാസ്റ്റ് 3rd സെമ്മിലും 4th സെമ്മിലും മിനി പ്രോജക്റ്റും മെയിൻ പ്രോജക്റ്റും വരുന്ന സമയത്തേക്ക് നമ്മളോട് പറയും അത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇതേ നമ്മൾ നോക്കത്തുള്ളൂ, ബാക്കി ജസ്റ്റ് പാസ്സായ അങ്ങനത്തെ കുഴപ്പമില്ല, പക്ഷെ എങ്കിലും നന്നായിട്ട് ചെയ്യണം പറയും. അപ്പൊ മിനി പ്രോജക്റ്റ് അത്യാവശ്യം സ്ട്രെസ് നല്ലപോലെ തരും. അപ്പൊ ഞാൻ വിചാരിച്ചു മെയിൻ പ്രോജക്റ്റിൽ എന്താ പറയാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നന്നായിട്ട് സ്ഥലത്ത് പോവാണെങ്കിൽ എക്സ്പീരിയൻസും ആവും. പിന്നെ അതിന്റെ ഓക്കെ ഞങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്താന്ന് പറയുകയും ചെയ്യാൻ. അപ്പൊ നിങ്ങൾ പഠിക്കുന്നതിൽ ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഡിഫറൻസ് തോന്നുന്നത്? പഠിച്ച പോയി ഇതുപോലെയല്ല, റിയൽ ലൈഫിലേക്ക് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ നല്ല വ്യത്യാസമാണ്. അപ്പൊ ഈ കേസിൽ ഞാൻ 2 വർക്ക് ചെയ്തിട്ടാണ്. ഫോർമാറ്റിലാണ്. അപ്പോൾ
ഞാൻ ആ ഫോർമാറ്റിലാണ് ഇവിടെ വരാൻ നോക്കല്. പക്ഷെ ഇവർക്കത് അഡാപ്റ്റ് ചെയ്യാത്ത അത് നമ്മള് ആദ്യമേ എല്ലാരും ഒന്നിച്ച് വരാന്ന് വിചാരിച്ചത് കുറച്ചൊന്നും ഫ്രീ ആവാൻ വേണ്ടിട്ടാ. അപ്പൊ വേറെ ഓക്കെ ഒരു കമ്പനി ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല പറഞ്ഞു ഫസ്റ്റ് ബുദ്ധിമുട്ട്. പക്ഷേ ഇപ്പൊ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മളെല്ലാരും. അപ്പൊ നിങ്ങൾക്ക് ഈ പഠിപ്പിക്കുന്ന സമയത്ത് കോളേജില് ഒരു എന്താണ് വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഇവര് അതുപോലെ പഠിപ്പിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? കോളേജിൽ അല്ലെങ്കിൽ വെറുതെ നമ്മൾ തിയറി മാത്രമാണ് നമ്മുടെ പേപ്പർ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കുന്ന പേപ്പറാണ്. നമുക്ക് അങ്ങനത്തെ അങ്ങനെയുള്ള സിസ്റ്റം നമ്മുടെ കോളേജിൽ ഏർപ്പെടാൻ തന്നെയാണ് അതായത് പ്രാക്ടിക്കലായിട്ട് കൊടുത്തത്. അപ്പൊ 2 വർഷം വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ. നിങ്ങളെല്ലാ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡും ഉണ്ടല്ലേ നിങ്ങൾ? പഠിച്ചത് ഡിഗ്രി ചെയ്തു, PG ചെയ്തു, ഇന്റേൺഷിപ്പ് ചെയ്തു. ഇതിൽ ഏതാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് നല്ലൊരു ഡിഗ്രിക്കെല്ലാം തട്ടിക്കൂട്ടിട്ട് പ്രോജക്റ്റ് ഉണ്ടാക്കാം. പ്രോജക്റ്റ് അല്ലെങ്കിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കല. മെയിനായിട്ട് പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കലെന്നില്ല, സോഫ്റ്റ്വെയർ എങ്ങനെ ഉണ്ടാക്കലെന്നുള്ളത് ഇല്ലല്ലോ വന്നിട്ട് കുറച്ച് തിരിഞ്ഞു. ഏത് ലാംഗ്വേജ് അല്ല ഡിഫറെന്റ് ലാംഗ്വേജ് ആയിരിക്കില്ലേ? ഏത് ലാംഗ്വേജ്? ഞാൻ ഫ്ലട്ടറിൽ ഡാർട്ട് ലാംഗ്വേജ് എനിക്ക് പൈത്തണും C++ മാത്രമേ അറിയുള്ളൂ. ഏത് ലാംഗ്വേജാണ്? നിങ്ങൾ ഇനി ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ലാംഗ്വേജിൽ ഫോക്കസ് ചെയ്യുന്നത്? അത് ഇനി ഫ്യൂച്ചറിൽ പോകുമ്പോൾ വേറൊരു എന്താണ് കമ്പനിയിൽ കിട്ടുന്ന സമയത്തും ഇത് തന്നെ കൂടുതൽ ടെക്നോളജി പഠിക്കാൻ നോക്കി. ഇത് മാറിക്കൊണ്ടിരിക്കുന്നില്ല. ഇത് മാത്രം ഒന്നും കാര്യമില്ല. നിങ്ങളിവിടെ ചെയ്ത ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങളും വർക്കൊക്കെ നിങ്ങൾ കോളേജിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യല്ലോ. അപ്പൊ എന്താണ് ടീച്ചേഴ്സും നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് ഒക്കെ എന്താ പറയുന്നത്? അവരൊക്കെ ഇവിടെ അപ്പോസിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അവരെങ്ങനെ നമ്മുടെ സ്നാപ്പെല്ലാം കണ്ടിട്ട് പറയുന്നത് അതൊന്നും ഉണ്ടാവില്ല പറയുന്നത്. നമ്മളിവിടുത്തെ നല്ലത് മാത്രം കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, നമ്മളെ കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റുന്നില്ല. അവര് കുറച്ച് മിങ്കിളായിട്ട് പുറത്തുള്ളവരും കൂടി ഉണ്ട്. ഇപ്പൊ നമ്മളാണെങ്കിലും ഡെവലപ്മെന്റ് വേറെ അല്ലല്ലേ ഞങ്ങളിവിടെ. അപ്പൊ ആ ഒരു ഇത് ഞങ്ങൾ അയച്ചെടുക്കും, സ്നാപ്പിലൊക്കെ അയച്ചെടുക്കും. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറയുന്നു? ഫസ്റ്റ് പ്രസന്റേഷൻ കഴിഞ്ഞപ്പോ ഓക്കെ ആണെന്ന് പറയാം. ഇവിടെ കോൺട്രോസിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്? അക്ഷയൊന്നും പറയുന്നില്ല. ആദ്യമൊക്കെ ഒരു സ്റ്റാർട്ടിങ്ങിലൊരു കുറച്ച് കുഴപ്പമില്ല. ഇതിനെ ചെയ്ത് ശരിയായി. ഇവര് ഹെൽപ്പ് ചെയ്യാൻ ഞാനിവിടെ മാർച്ചിൽ വന്നതാണ്. ഇപ്പൊ 3 മാസം. ഞാൻ വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യിപ്പിക്കുമ്പോൾ പറഞ്ഞില്ലല്ലോ. അതെന്താന്ന് വെച്ചാ നമ്മള് ഫസ്റ്റ് വന്ന സമയത്ത് പക്ഷി പറഞ്ഞ പോലെ പേടിയായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ എല്ലാരും ഇപ്പൊ എനിക്ക് ക്രിസ്ത്യനെ മാത്രമേ പേഴ്സണലി അറിയുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ആദ്യം പേടിയാണ്. നമുക്ക് അറിയില്ല എത്രത്തോളാണ് ആൾക്കാർ സംസാരിക്കുന്നതും നമുക്ക് എങ്ങനെയാവും. ഞാൻ ക്രിസ്ത്യനോട് എന്റെ ടെൻഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ ഫസ്റ്റ് ആ ഒരു 1 വീക്ക് ശേഷം നമുക്ക് നല്ലൊരു സമാധാനം ഉണ്ടായി. ഒന്നാമത്തതിൽ അഭിജിത്ത് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറെ നമ്മൾ വിളിക്കുമ്പോ പ്രത്യേകിച്ച് വന്നിട്ട് ഒക്കെ പറഞ്ഞുതരാനും മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും അതുപോലെ നമ്മൾ അവിടെ കോളേജിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പ്രൊജക്റ്റിന് എന്തെങ്കിലും ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ 2 തിയറി പേപ്പേഴ്സും കൂടി ഉണ്ട്. അപ്പൊ അതിന്റെ എക്സാമും കാര്യങ്ങളും ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഒരു ദിവസം 2 ദിവസം ലീവ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാനും പറ്റി. അത് വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ അവിടെ കോഴിക്കോടുള്ളവർക്കൊക്കെ ലീവ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ നല്ലൊരു സപ്പോർട്ടാണ് നമ്മൾ ചെയ്യുന്നതിന്. ഇവര് മനസ്സിലാക്കി നമ്മളൊപ്പം നിന്നതുകൊണ്ട്. പോഡ്കാസ്റ്റിന്റെ വീഡിയോ കണ്ടായിരുന്നല്ലോ.
പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ല. കോളേജിലൊരു പ്ലേസ്മെന്റ് കോളേജിൽ തന്നെ എന്താ ഫ്യൂച്ചർ പ്ലാൻസ് കമ്പനിയിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലോ എന്നോടെല്ലാം പറഞ്ഞതേ ഐഡിയ വന്നു. പക്ഷേ വന്നപ്പാട് എടുത്ത് സെറ്റപ്പ് പറഞ്ഞത് പോകുന്ന തന്നെ പറഞ്ഞു ഇതൊരു കമ്പനിയാണ് ഞാൻ നല്ലതായിരുന്നു റോൾ മോഡൽ വന്നപ്പാട് അറ്റ്മോസ്ഫിയർ നല്ല ഇഷ്ടമായിരുന്നു വന്നപ്പാട് ഈ ഒരു സെറ്റപ്പ് എല്ലാം കൂടെ അപ്പൊ ബാംഗ്ലൂർ ഇഷ്ടമില്ല. ബാംഗ്ലൂർ ഈ ഒരു സൈഡ് കണ്ണൂർ ഓഫീസിലുണ്ടായിരുന്നു. കണ്ണൂരിലെ 2 ഓഫീസിലും സാറിന്റെ ഫസ്റ്റത്തെ സ്റ്റാഫാണ്. അപ്പൊ അതും ഞങ്ങൾ ഇത്രയും വലിയ ഓഫീസ് ഇനീഷ്യൽ ടൈമിൽ നമുക്ക് ചെറിയ ഇത് ഈ ഒരു സ്പേസ് ഇതിനേക്കാൾ ഈ ഒരു റൂമിനേക്കാൾ ചെറുതായിരുന്നു നമ്മൾ ഈ ക്രിയേറ്റിനായിരുന്നു നമ്മുടെ ഓഫീസിൽ. ഇതിനേക്കാൾ ചെറുതായിരുന്നു. സ്റ്റാറ്റ്സ് ഇട്ടൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരുന്നു. സോഷ്യൽ മീഡിയ ഇപ്പോൾ ആ ഇമേജസ് ഒക്കെ ചെറിയൊരു സാധനമായിരുന്നു. അതിൽ നിന്നാണ് നെക്സ്റ്റ് ലെവൽ വെച്ചാൽ ഇതുപോലെയുള്ള 2 റൂമുള്ള ഓഫീസായിരുന്നു. അതിൽ നിന്ന് പഴയങ്ങാടി ഓഫീസിൽ 2 ക്യാബിനുണ്ട്. ആ ഒരു ടൈറ്റ് എങ്ങനെയാണ് ഒരു റൂമിൽ നിന്ന് 2 ക്യാബിൻ. ഇപ്പൊ ഇവിടെ അടുത്ത ലെവലിലേക്ക് പോവാം. ആരാ നിങ്ങളുടെ ഓൾഡ് ചെറുത് അപ്പൊ അക്ഷയ് പഠിച്ചത് എവിടെയാണ്? ഞാൻ മലപ്പുറത്ത് മഞ്ചേരി എസ് കോളേജിൽ പഠിച്ചത്. ഞാൻ ഫിസിക്സ് പഠിച്ചത്. ഐ.ടി. ഫിസിക്സ് പഠിച്ചിട്ട് പിന്നെ 2020 പാസ്സാണ് കൊറോണ ടൈം. അപ്പോൾ കുറേ കാലം വീട്ടിലുള്ളതായിരുന്നു. വീട്ടിലത്തെ പ്രഷർ കൊണ്ട് ഒരു IT കോഴ്സ് പഠിക്കാൻ പോയത്. പൈത്തണിൻ്റെ കോഴ്സ് പഠിച്ചു. അപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു ജോലി കിട്ടി. പോയതാണ് പോയതാ എവിടെ മലപ്പുറത്ത്? ജോലി തിരുവനന്തപുരം വെറുതെ പോയതാ. അപ്പോൾ 2 കൊല്ലം ഉണ്ട്. 2 കൊല്ലം അവിടെ വർക്ക് ചെയ്തു. ബോണ്ട് ഉണ്ടായിരുന്നു? ബോണ്ടൊന്നുമില്ല, പോയി. പിന്നീട് കുറച്ചുകൂടി പഠിച്ചാലും തോന്നുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റി അവിടെ നിന്ന് വരെ ഇവിടെ ഡിഗ്രി എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത്? അങ്ങനെ എന്തെങ്കിലും അംബിഷൻ ഉണ്ടായിരുന്നോ ഈ ഒരു ഫീൽഡിൽ എടുക്കണം? ഞാൻ IT ഫീൽഡ് ഞാൻ MCA തന്നെ പഠിച്ചത്. DC പഠിച്ചു ചെപ്പി കോളേജിൽ നിന്ന്. പിന്നെ PG എടുത്ത് കയറുന്നു. എനിക്ക് അങ്ങനെ ഗ്യാപ്പൊന്നുമില്ല. ഡയറക്റ്റ് PG കയറി പഠിക്കാൻ പോകും. ഞാൻ ബയോളജി സയൻസ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം ഡിഗ്രി ആയപ്പോൾ PCM എന്റെ സൂപ്പർ സീനിയർ ഞാൻ ഗവൺമെന്റ് കോളേജ് തലശ്ശേരി ചൊക്കി അവിടെ പഠിച്ചു. എൻ്റെ ജൂനിയർ ഞാൻ കണ്ടിട്ടില്ല, സൂപ്പർ ജൂനിയർ. അങ്ങനെ കൊറോണ ടൈം ആയതുകൊണ്ട് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങി BCA പഠിച്ചെടുത്ത് ഇറങ്ങി. അപ്പോൾ അപ്ലൈ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ബാംഗ്ലൂർ ഡാറ്റാ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. 1 കൊല്ലം ബാംഗ്ലൂരായിരുന്നു. പിന്നെ 1 കൊല്ലം ഒന്നും ചെയ്തില്ല. അപ്പോൾ അതിന് ശേഷം 2023 PGക്ക് വേണ്ടിയിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ചേർന്നു. അങ്ങനെ ഇതെല്ലാം ഞാൻ +2 എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം എന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ബയോളജി സയൻസ് എടുത്തത്. അതുപോലെ തന്നെ ഡിഗ്രിക്കും BC എടുത്ത് പിന്നെ BSc മാത്സ് എടുത്ത് വീണ്ടും മാറി. എന്നിട്ട് PGക്ക് വേണ്ടി MCA തന്നെ വന്നു IT ഫീൽഡ്. ഞാൻ +2 ബയോളജി സയൻസ് തന്നെയാണ് പഠിച്ചത്. പിന്നെ ഡിഗ്രിക്ക് ഞാൻ പ്രതീക്ഷിച്ച കോഴ്സിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് വീടിനടുത്തുള്ള കോളേജിലൊന്നും പോകാൻ കുറച്ചൊന്നും 2 മണിക്കൂർ ട്രാവൽ ചെയ്താലും പറ്റില്ല. കുറച്ച് അങ്ങനത്തെ ഒരു കോളേജിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് ഗവൺമെൻറ് കോളേജിലേക്ക് കൊടുത്ത്. അപ്പോൾ അവിടെ ഫസ്റ്റ് ഓപ്ഷൻ ജിയോളജി കൊടുത്ത്, സെക്കൻഡ് ഓപ്ഷൻ അവിടെ കിട്ടാൻ ചാൻസ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ അങ്ങനെ ആരോ പറഞ്ഞു. അപ്പോൾ താഴെ ഇരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസിൻ്റെ അടുത്ത് മോളിൽ കറക്റ്റ് അതന്നെ കിട്ടി. പഠിക്കല്ലാണ്ട് വേറെ വഴിയില്ല. അങ്ങനെ പഠിച്ച് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഒന്നും അറിയില്ല. ഒന്നും അറിയില്ല. ഇങ്ങനെ തട്ടിക്കൂട്ട് സാധനം.
പിന്നെ ഒരു വർഷം ബ്രേക്ക് എടുത്ത് കിട്ടിയില്ല. മറ്റേ കണ്ണൂർ യൂണിവേഴ്സിറ്റി എഴുതി കിട്ടിയില്ല. പിന്നെ ദൂരെല്ലാം കോളേജ് കിട്ടി. പക്ഷെ അത് വീട്ടിൽ നിന്ന് പറയുന്ന കുറച്ച് പ്രശ്നമുണ്ട്. കുറച്ച് ഹോം സിക്നസിന്റെ ആളാണ്. അപ്പൊ എനിക്ക് ഇതായി. പിന്നെ പി ജിക്ക് ഫസ്റ്റ് കുസാറ്റിൽ കിട്ടി. കുസാറ്റും ദൂരായില്ലേ. അപ്പൊ എനിക്ക് കുറച്ചും കൂടി എടുത്ത് കിട്ടുന്ന നോക്കി. അങ്ങനെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കിട്ടി. അവിടെ ചേർന്നു. ഇപ്പൊ എവിടെയെങ്കിലും പണിക്ക് സ്റ്റാർട്ടപ്പ് ഉണ്ടല്ലോ. അറ്റൻഡന്റ് എടുക്കൂല ഡെയിലി വീട്ടിൽ അത് തുടങ്ങി വരും കൂട്ടിക്കൊണ്ട്. അത് ഞാൻ +2 ബയോളജി സയൻസ് തന്നെ പഠിച്ചത്. അപ്പൊ ഇങ്ങനത്തെ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ട് പഠിച്ച ബയോളജി സയൻസ് അങ്ങനെ പോകാനായിരുന്നു ആഗ്രഹം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ബയോളജി ചെയ്യുന്ന അനസ്തേഷ്യ അങ്ങനെയൊക്കെ പഠിക്കാനായിരുന്നു. അപ്പൊ ഞാൻ അവിടെ വന്നിട്ടുണ്ടായി. ഞാൻ ശ്രീനിവാസ്, എനിക്കിപ്പോ ഓർമ്മയില്ല, ആ ഒരു ടൈമിൽ ഞാൻ വന്ന ശ്രീനിവാസിലായിരുന്നു. അപ്പൊ വന്ന് കോളേജൊക്കെ കണ്ടപ്പോ വലിയ കോളേജൊക്കെ. അപ്പൊ നമ്മൾ പണ്ട് ഇങ്ങനെ +2 ഒക്കെ പഠിക്കുമ്പോൾ വിചാരിക്കല്ലോ നല്ല കോളേജിൽ പഠിക്കണം, കോളേജ് ലൈഫ് അങ്ങനെ. അപ്പൊ അത് കണ്ടപാടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ദൂരെയാണ്, ഹോസ്റ്റലിൽ നിൽക്കാം, എന്ത് വേണമെങ്കിലും ഓക്കെ, അങ്ങനത്തെ ഒരു മൈൻഡ്. പിന്നെ വേറെ ദിവസം ഞങ്ങൾ വന്ന് ഫ്രീ ഒക്കെ എടുക്കാൻ വന്നപ്പോ കുറെ സീനിയേഴ്സ് അങ്ങനെ അവിടുത്തെ കോളേജിലായിരുന്നു. അപ്പൊ എന്തൊക്കെയോ നെഗറ്റീവായി. അപ്പൊ പിന്നെ ഓക്കെ ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അപ്പൊ പൈസ ഒക്കെ ആദ്യം ഓൾറെഡി കുറച്ച് പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തിരിച്ചു തരില്ല, സർട്ടിഫിക്കറ്റ് തരില്ല എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രശ്നമായി. പിന്നെ ഞാനാണെങ്കിൽ ഞങ്ങളൊരു 3 പേരുണ്ടായി ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ 3 പേരും ഓക്കെ ഇവിടെ നിൽക്കാന്നുള്ളത് നമ്മളൊരു ടീം ഉണ്ടാക്കുമല്ലോ. ഒരു +2 ഒക്കെ പഠിക്കുമ്പോൾ അതാണ് മെയിൻ. നമ്മൾ 3 ആളും ഒരു സ്ഥലത്തേ പോകുള്ളൂ അങ്ങനെ ചെയ്തായിരുന്നു. അപ്പൊ നോക്കുമ്പോ ഞങ്ങൾ 3 ആളും വേറെ ഒന്നും കൊടുത്തില്ല, ഡിഗ്രിക്കൊന്നും എവിടെയും കൊടുത്തൊന്നുമില്ല. അപ്പൊ ഞാൻ എന്നിട്ട് ലാസ്റ്റ് വലിയതായിരുന്നു. അപ്പൊ ജസ്റ്റ് വേറൊരു ഓപ്ഷനും ഇല്ല, ഒന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെ എന്റെ അമ്മേന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സാറായിരുന്നു, സാർ HRD ഉള്ള സാറ്. സാർ പറഞ്ഞു കമ്പ്യൂട്ടർ സയൻസിന് നല്ല ഓപ്ഷനാണ്, ഇപ്പൊ എല്ലാവരും IT ഫീൽഡ് അല്ലേ, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാം, BCA പഠിക്കാം, ഇലക്ട്രോണിക്സ് ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തോളാം എന്നുണ്ട്. അപ്പൊ അവിടെ എത്തിയപ്പോ അധികം മാത്സ് ഇല്ലാന്ന് നോക്കാൻ വെച്ച് കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. നല്ല മാത്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്നിട്ട് ഡിഗ്രി കഴിഞ്ഞപ്പോഴേ വേണ്ട സോഫ്റ്റ്വെയർ സൈഡിലോട്ട് പോവണ്ടെന്നുള്ള രീതിയിലാണ് നെറ്റ്വർക്കിംഗ് പഠിക്കാന്ന് വെച്ചിട്ട് എറണാകുളത്തോട്ട് പോയത്. അപ്പൊ അവിടെ എനിക്ക് ഡിഗ്രിക്കകത്ത ഇഷ്ടം എറണാകുളത്ത് ഉണ്ട്. ഞാൻ ഇവരോടും പറയായിരുന്നു ഇന്റേൺഷിപ്പിന് എന്തെങ്കിലും എറണാകുളത്ത് ഇട്ടാണെങ്കിൽ പോകണം, നല്ല രസം അവിടെ. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ അതെ രഘുവും ഞാനും ഈ കൂട്ടത്തിൽ എറണാകുളത്ത് പോയിട്ട് നിന്നിട്ടുള്ളൂ. ഓരോ അതേപോലെ ഒരു കോഴ്സിന് അവിടെ ചേർന്നു. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും പറയും എറണാകുളത്ത് അതിണ്ട് അങ്ങനെ ഇങ്ങനെ പറയും. അപ്പൊ അങ്ങനെ ഡിഗ്രീൻ്റെ ഇത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് പോയി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ ഞാൻ ജസ്റ്റ് ചുമ്മാ വെറുതെ എഴുതി എൻട്രൻസ് ഉണ്ട്. അപ്പൊ കണ്ണൂർ ഇപ്പൊ ഡിഗ്രിക്കെത്താൻ പിന്നെ എറണാകുളത്ത് പോയതിനേക്കാളും കുറച്ചും കൂടി ഭയങ്കര ഇഷ്ടപ്പെട്ട 2 വർഷമാണ് പോലെ. ഇനിയിപ്പോ MCA കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടാറ് പോകണമെന്നുണ്ട്. പിന്നെ ടീച്ചിങ് ഫീൽഡിലാണെങ്കിലും ഈ ജൂണിലെ എക്സാം ആണ്. BSc മാത്സാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് 2 കൊല്ലം ഗ്യാപ്പിട്ട് സപ്ലൈ ഉണ്ടായി. അത് നടക്കാതെ കൊച്ചി പോയി, എറണാകുളം ഒരു ബാങ്കിൻ്റെ കോച്ചിങ്. ആ സമയത്ത് ട്രെൻഡായിരുന്നു. ഡിഗ്രി കഴിയുക എറണാകുളത്ത് വന്ന കോഴ്സ് പോവാം. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് സമയത്ത് ട്രെൻഡായി ഞാൻ PG എടുക്കാമെന്ന് വിചാരിച്ച് MCA എടുത്ത്. പിന്നെ ഇങ്ങനെ ശരിക്കും നോട്ടി പഠിക്കാതെ ഇപ്പാണ് 3 മാസം കൊണ്ട് ഇതുവരെ ഇങ്ങനെ രാവിലെ പോവുക, രാത്രി വീട്ടിലേക്ക് വരിക, പിറ്റേന്ന് രാവിലെ പോവുക, അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ +2 ബയോളജി സയൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് സയൻസ് ഒക്കെ കുറച്ച് ഇഷ്ടം മാത്സ് ആയിരുന്നു കൂട്ടത്തിൽ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഡിഗ്രി ഏതെടുക്കണം എന്നുള്ളതിൽ അപ്പോൾ ടീച്ചേഴ്സിനോട് ചോദിച്ചു. അപ്പോൾ മാത്സ് നല്ലതാണ്, നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ അത് തന്നെ എടുക്കുക വെച്ചിട്ട് ഡിഗ്രിക്ക് അത് എടുത്തു. എല്ലാ ഓപ്ഷനും ഫസ്റ്റ് ഓപ്ഷൻ എല്ലാം ഫുള്ള് മാത്സേ കൊടുത്തുള്ളൂ. മാത്സ് കിട്ടി. പിന്നെ മനസ്സിലായത് +2 മാത്സ് അല്ല, കുറച്ച് പെട്ടുപോയി. എന്നാലും എങ്ങനെയൊക്കെയോ കയറി വന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഡിഗ്രി കഴിഞ്ഞ ഒരു
വേറെ പോണല്ലോ, അപ്പോൾ എന്തെടുക്കണം എന്നറിയില്ല. അപ്പോൾ മാത്സ് എടുത്തവർക്ക് ടീച്ചിങ്, അപ്പോൾ എനിക്ക് ടീച്ചിങ് ഇഷ്ടമല്ല. അപ്പോൾ മാത്സ് എടുത്തവർക്ക് വേറെ എന്തെടുക്കുക, അപ്പോൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എടുക്കുക, സ്റ്റാറ്റ് എടുക്കുക. അപ്പോൾ ആ സ്റ്റാറ്റും മാത്സിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എടുക്കുക. എനിക്ക് കോംപ്ലിമെൻ്ററി പേപ്പർ ഇതായിരുന്നു. അപ്പോൾ അതിൽ വലിയ സീനില്ലായിരുന്നു. പിന്നെ PG ക്ക് ഞാൻ ഇങ്ങനെ കുറച്ച് എൻട്രൻസ് എക്സാമിനൊക്കെ ഇതിങ്ങനെ കൊടുത്തു. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി കിട്ടിയപ്പോൾ എന്നിട്ട് പോരാ വിചാരിച്ചു. ഇതുപോലെ തന്നെ മാത്സ് പോലെ തന്നെ പിന്നെ ഇതും എനിക്ക് പറ്റില്ല. പിന്നെ കുറച്ച് ഇങ്ങനെ മാത്സ് അല്ലേ, അപ്പോൾ വല്ലാണ്ട് എനിക്കിത് വല്ല ഇതില്ല. പിന്നെ ഇങ്ങനെ പോയി അങ്ങനെ കുറച്ച് യൂസ്ഡായി ഇങ്ങനെ വരികയാണ്. അങ്ങനെ പോകും. ഇനി ഇന്റേൺഷിപ്പ് നിങ്ങൾ എപ്പോൾ കഴിയുന്ന ഇന്റേൺഷിപ്പുകൾ ചെയ്തു? എത്ര മാസത്തെ ആയിരുന്നു? 3 മാസത്തെ. 3 മാസം ആവാതായല്ലോ. ഇവിടുന്ന് പോകുമ്പോ എന്തെങ്കിലും എന്താ തോന്നുന്നത്? നല്ലതാണ് ഇന്റേൺഷിപ്പ്. കാരണം ഇവിടെ വരാം, വൈകുന്നേരം വരെ ചെയ്യാം. പക്ഷെ പോയി വന്ന് ടെൻഷൻ ഉണ്ടല്ലോ. അത് വരാം, ഇവിടെ ചെയ്യാം. കോളേജിലെല്ലാം ഹോംവർക്ക് ഒന്നും ചെയ്യണം. കോളേജിൽ നിന്നൊന്നും സിസ്റ്റർ അത്ര ടൈമല്ല യൂസ് ചെയ്യുന്നുണ്ട്. സിസ്റ്റം ആണല്ലോ യൂസ് ചെയ്യുന്നത്. അതിനൊപ്പം ഒരു പഠിക്കുന്നതൊന്നും നല്ല നമ്മുടെ അവിടെ സത്യം പറഞ്ഞ ക്യാമ്പസില് ഇത് ചിലർ ഹോസ്റ്റല, സ്നേഹം മാത്രമേ ഹോസ്റ്റല്, സ്നേഹം ഇഷ്ടം ഹോസ്റ്റലല്ല. അപ്പൊ ഞങ്ങൾക്ക് ഒട്ടും ഇതില്ല. മീൻസ് ഇപ്പൊ ലാബിലാണെങ്കിൽ എന്തെങ്കിലും വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തു പോവാ, കടലിരിക്കാം, അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ അവിടെ ഒട്ടും സ്ട്രെസ് ഇല്ല ആർക്കും. എക്സാമിന്റെ തലേന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിക്കാന്നുള്ള മീൻ്റെ എല്ലാവർക്കും ഉള്ളു. അപ്പൊ എന്തെങ്കിലും ഒരു ടെൻഷൻ കുറച്ചൊക്കെ ഇപ്പൊ സീരിയസ് ആയത് ഇവിടുന്ന് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന. അല്ലെങ്കിൽ നമ്മളാരും ഇതിനെ പറ്റിട്ടൊന്നും ഇങ്ങനെ ഓക്കെ ഇനി ഫ്യൂച്ചറിൽ എന്താ ചെയ്യാൻ പോകുന്നു ഞങ്ങൾ ഇപ്പൊ ഞാൻ +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് PG ക്കൊക്കെ പോകുന്ന ചേട്ടന്മാരെ കാണുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റാ. PG അല്ലേ, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നൊക്കെ പറയുമ്പോ അങ്ങനെ. പക്ഷെ ഞങ്ങൾ ആ ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴത്തേക്കും ഇത് ഇത്രയേ ഉള്ളൂ എന്നായി. പക്ഷെ കുറച്ചും കൂടി ലൈഫിൽ സീരിയസ് ആയിട്ട് കാണണം. ഇനിയിപ്പോ ഇന്റേൺഷിപ്പ് ഒക്കെ അതാണല്ലോ മെയിൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മുമ്പൊക്കെ ഇന്റേൺഷിപ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ, ഡയറക്റ്റ് ജോബിലേക്ക് പഠിച്ചിറങ്ങാനാണ് പോകുന്നത്. ഇതൊരു എന്താണ് മോഡൽ സമൊക്കെ പോലെ മോഡലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ഇങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് വഴി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അവരോട്? ശരിക്കും നല്ലൊരു ഇതാണ്. എന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പിൽ വന്നാൽ നമുക്ക് ആ ഒരു മോഡൽ മനസ്സിലായി, എങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യണം, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ എങ്ങനെ വർക്ക് ചെയ്യണം അങ്ങനെ ചെയ്യുന്നത്. സാധാരണ ഒരു പ്രോജക്റ്റ് ഞാൻ നമ്മളെ തട്ടിക്കൂട്ടിയിട്ട് ഒപ്പിച്ചിട്ട് കൊണ്ടാക്കിയതായിരിക്കും. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നല്ലൊരു നല്ല റെസ്പോൺസ് കോളേജിലൊക്കെ എല്ലാവരും എങ്ങനെ ഇന്റേൺഷിപ്പ് ഞാൻ ഉണ്ടാക്കിയ ആപ്പ് എന്നുള്ള രീതിയിൽ എല്ലാവരും കാണിച്ചു കൊടുക്കാം. പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കിയ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അതിന് നല്ലൊരു നല്ലോണം ഹെൽപ്പായി. അതായത് ഒരു ലാംഗ്വേജ് എന്താണെന്ന് അറിയില്ല. ഞാൻ മെഷീൻ ലേണിംഗ് പഠിച്ചത്, ഡാറ്റ സയൻസ് പഠിച്ചു. ഇതിലാണ് വേറെ പ്രോഗ്രാം ലാംഗ്വേജ് പൈത്തൺ അറിയാം. അതിലൊക്കെ പൈത്തൺ പഠിച്ചുകൊണ്ട് പൈത്തൺ കുറച്ചറിയാം. വേറെ ലാംഗ്വേജ് ഒന്നും അങ്ങനെ അറിയില്ല. ഇവിടെ വന്നപ്പോൾ Node.js പഠിച്ചു. അത് നല്ലോണം കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ഇപ്പം അറിയാം. അത് നല്ലൊരു കാര്യമായിട്ട് ഫീൽഡൊക്കെ നല്ല ഫീൽഡാണ്, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഫീൽഡാണ്. പക്ഷേ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം, ഇൻട്രസ്റ്റ് ഇല്ലാതെ ഈ ഫീൽഡിൽ ഒരുപാട് ജോലി ഉണ്ട് വിചാരിച്ചെടുക്കുന്നവരുണ്ട്. അവർക്ക് ഇത് പ്രഷർ അവരാണ് സാധനം ചെയ്യൽ. ഞാൻ കണ്ടത് അങ്ങനെ. അവർക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇവർ നല്ല ജോലി, അതായത് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കരുതിയിട്ട് എടുക്കും. പക്ഷെ അവർക്കിത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ല ഫീൽഡാണ്, ഒരു മടുപ്പുണ്ടാവുക. ഇപ്പോൾ ഇവരെന്നെ പറയലുണ്ട്, അങ്ങനെ ഇരുന്ന് ചെയ്തോളൂ, ഒരു എനിക്കും കൂടി ഇല്ല, അങ്ങനെ ചെയ്യും. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് ചെയ്യാം. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ഒരുപാട് കാലത്തേക്ക് ചിലപ്പോൾ നല്ലൊരു ഓപ്ഷൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ മോശം എന്നല്ല പറയുന്നത്,
നല്ല ഫീൽഡ്, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇൻട്രസ്റ്റ് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല ഫീൽഡാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എല്ലാവർക്കും ഒരു കുറേ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ടൈപ്പിംഗ് സ്പീഡാണ്. വന്നപ്പോൾ മെല്ലെ മെല്ലെ ടൈപ്പ് ചെയ്തെല്ലാം സ്പീഡിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. കുറേ നല്ല സ്പീഡായിരുന്നു. കുറേ ടേംസ്, ടെക്നിക്കൽ ടേംസ് ഉണ്ടല്ലോ കുറേ, അതൊക്കെ ഫെമിയറായി. ഇപ്പോൾ ഇവിടെ വരുന്നതിന് മുന്നേ ഗിറ്റ് പറഞ്ഞ സാധനമുണ്ട്, ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ കുറേ എല്ലാവരും ഫെമിയറായി. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല തന്നെയാണ്. മംഗലാപുരം സ്ഥലം ഇഷ്ടപ്പെടാത്തൊക്കെ പ്രശ്നമൊക്കെയുള്ളൂ, വേറെ ഭക്ഷണം ഇപ്പൊ ഇവർക്കൊക്കെ ഇഷ്ടമായിരുന്നല്ലോ. ഭക്ഷണമല്ല സ്ഥലം. അതൊരു 2 ദിവസം ഫുഡ് കഴിക്കാണ്ട് വന്നതാ. ഞാൻ നാട്ടിൽ വിളിച്ചിട്ട് പറയാം, കുഴപ്പമില്ല, നല്ല പ്രോട്ടീൻ ഫുഡാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് കിട്ടുന്ന സമയത്ത് പിന്നെ നാട്ടിലെ അച്ചാറ് തന്തയിലൊക്കെ വെച്ചിട്ട് ചെയ്യും. പോകുന്നത് നന്നായി. നിങ്ങളുടെ ആദ്യമായിട്ട് നാട് വിട്ട് അങ്ങനെ വന്ന് നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ബാക്കി എല്ലാരും പുറത്ത് പോയിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് പോയിട്ട് ബാംഗ്ലൂര് പോയത്. ബാക്കി എല്ലാരും കണ്ണൂർ വിട്ട് പോയതായിരിക്കും. കേരളത്തിലല്ലേ ഇവിടെ നിങ്ങൾക്ക് കന്നഡ സംസാരിക്കേണ്ടതെങ്കിലും ആകെ ഇഷ്ടം ഇംഗ്ലീഷ് അറിയാവുന്നു. അതൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഹിന്ദി സംസാരിക്കും. അവർക്കറിയാം, അവരെ നമ്മളെ പറയുന്നത് ഞാൻ ഹോസ്റ്റലിലൊക്കെ ഹിന്ദി വെച്ചിട്ട് കുറച്ച് പിടിച്ചിരിക്കും. അവിടെ നന്നായിട്ട് മലയാളം പറയുന്നവരുണ്ട്. മണിപ്പൂരിൽ നിന്നുള്ളവരുണ്ട് ഞങ്ങളുടെ ഹോസ്റ്റലിൽ. അവിടെ നന്നായിട്ട് മലയാളം പറയുന്നത്. അവര് നമ്മളെ ഇങ്ങോട്ട് ഐ മീൻ ഇവിടെ കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഫേസ് ചെയ്ത ഇഷ്യൂസ് അല്ലെങ്കിൽ മെയിനായിട്ട് ഉണ്ടായത് ഈ സീനിയേഴ്സും കുറെ പ്രശ്നമായി. ഇന്റേൺഷിപ്പിന് പോയിട്ട് അവർക്ക് കോഡ് കൊടുത്തില്ല, അവർക്ക് ബാക്ക് എൻഡ് ഇല്ല, അങ്ങനെ എന്തെല്ലോ പ്രശ്നങ്ങൾ. എന്റെ ഫ്രണ്ട് സീനിയർ ആയിട്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ട് സീനിയർ ആയിരുന്നു. അപ്പോ പക്ഷെ ഞാൻ മതിയായ ഗ്യാപ്പ് എടുത്തല്ലോ. അപ്പോ അവളെന്റെ സീനിയർ ആയി. അപ്പോ അവർക്കെല്ലാം കുറെ പ്രശ്നം ഉണ്ടായി. അപ്പൊ അവരോട് ഇന്റേൺഷിപ്പ് നോക്കുമ്പോ നല്ല വിശ്വാസമുള്ള കമ്പനിനെ തന്നെ നോക്കണേ, അല്ലെങ്കിൽ ലാസ്റ്റ് പണി കിട്ടും നമുക്ക് എന്തായാലും. അപ്പൊ നമുക്ക് എനിക്കൊന്നും അങ്ങനെ ഒരു ഫീൽഡായിട്ട് ഒരു ഇതില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യം പറഞ്ഞത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. നമ്മൾ ഹോസ്റ്റലിൽ ഇരിക്കുമ്പോഴാണ് ഫസ്റ്റ് പറഞ്ഞത് എന്റെ ഒരു ഫ്രണ്ട് അവരൊരു കമ്പനി ഉണ്ട്. കമ്പനി ഉണ്ട്, നമുക്ക് നോക്കി. അപ്പൊ ഞാൻ ഇൻസ്റ്റാ പേജിൽ എടുത്ത് നമുക്കൊന്ന് ഓക്കെ നല്ലതാണ്. അപ്പൊ മെസ്സേജ് നമ്മളും അതേപോലെ നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമ്മള് കൺസേൺ എല്ലാം നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഓക്കെ വിശ്വസിക്കാം, നമുക്കൊരു പണിയാവൂല എന്തായാലും. അവർക്കെന്തായാലും നമുക്ക് അറിയാത്തൊരു കമ്പനി പോകുമ്പോൾ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, ആ ഒരു സാധനം ഉണ്ടായിരുന്നു. ഓൾറെഡി സംസാരിക്കാനാണെന്ന് അറിഞ്ഞിട്ട് വരാം. പിന്നെ നോക്കുമ്പോഴും നമുക്ക് നല്ലതാന്ന് തോന്നി. ഞാൻ എന്റെ ഫ്രണ്ടിനോടൊന്നും പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, കടുത്ത് നല്ലതാന്ന് തോന്നുന്നുണ്ട്, അപ്പൊ പോയി നോക്കി തോന്നില്ലെങ്കിൽ മലയാളി കമ്പനിയാണല്ലോ. പിന്നെ മംഗലാരം പറയുമ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, കാരണം എന്റെ അടുത്തായിരുന്നു. തോന്നുന്നു വിടുക്കുക. ഡെയിലി പോകുന്നുണ്ടോ വീട്ടില്? ഡെയിലി ചാൻസ് കിട്ടാണ് പോയത്. ഇവിടെ ഞങ്ങളുടെ കോളേജിൽ തന്നെ സീനിയർ ഇല്ലേ, ആ ചേട്ടൻ ഈവനിങ് പെട്ടെന്ന് പോകുന്നുണ്ടായില്ലേ ഡെയിലി. അപ്പൊ ആ ചേട്ടനോട് ചോദിക്കുന്നുണ്ട് ഒരു ദിവസം എങ്ങനെ ഡെയിലി പോയി വരുന്ന ട്രെയിൻ ചെയ്താ വൈകുന്നേരം എപ്പോഴെത്തും. അപ്പൊ ഞാൻ ലീവ് മൊത്തം കലണ്ടറിൽ നോക്കി അവർക്ക് മുന്നേ ഒക്കെ നോക്കി വെക്കുമല്ലോ. നമ്മളിവിടെ ഒരു കന്നഡ സ്റ്റാഫേ ഉള്ളൂ. കന്നഡ സ്റ്റാഫ് ഉണ്ടോ? ഉണ്ടായിരുന്നു, ഒരാള് ഇപ്പൊ ഇല്ല, മറ്റൊരാള്. ബാക്കി എല്ലാരും മലയാളികളാണ്. ഞാനും വന്നത് കൃഷിക്ക് വേണ്ടിയിട്ടാണ്. ക്ലാസ്മേറ്റ്സ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചത്. പിന്നെ ഇവർ എറണാകുളത്ത് പോയി ഇന്റേൺഷിപ്പ് ചെയ്തു. ഞാൻ അതിന്റെ അടുത്ത് വേറെ പഠിക്കാൻ പോയി. അത് കുറച്ചാൾക്കാർ അല്ല, ഞാൻ എന്നോട് ഇലക്ട്രോണിക്സ് പഠിച്ചത്. ഡിഗ്രി അപ്പൊ അന്നേരം ഉള്ളത് ഇടയ്ക്ക് കോഡിങ് അന്നേരം അവിടെ മറ്റേ ലാംഗ്വേജസ് അവിടെ പഠിച്ച ചെറിയ ചെറിയ അവരെ എനിക്ക്
ഞാൻ ഇന്റർവ്യൂ ചെയ്തത്. പിന്നെ എന്നിട്ട് വേറെ കോഴ്സ് പഠിക്കാൻ പോയി, അതിന്റെ കുറച്ച് ജോലി ചെയ്തു. പിന്നെ കുറച്ചാൾ അവിടുത്തെ കുറച്ച് ഇഷ്യൂസ് കൊണ്ട് വീട്ടിലിരുന്നപ്പോ ഇവരെന്നെ കൊണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യിച്ചു. എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്രൊഫഷൻ ആണത്, വീഡിയോസ് ചെയ്യുന്നത് നല്ലൊരു ഇഷ്ടമാണ്. അങ്ങനെ ഇവ വിളിച്ചപ്പോ പോയി വീഡിയോസ് ചെയ്ത്. പിന്നെ ഇവൻ ചോദിച്ചു കോൺട്രസിന്റെ സ്റ്റാഫായിട്ട് അങ്ങനെ അന്ന് ഇവിടെ ഒരു അഡ്മിൻ സൈഡിൽ വർക്ക് ചെയ്തു. വീഡിയോസ് എല്ലാം ഉണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇപ്പൊ ഹോസ്റ്റ് ആയിട്ടിരിക്കുന്നു. എല്ലാവരും എന്നെ കൊണ്ട് ചെയ്യിക്കാൻ. ശരിക്കും പറഞ്ഞ പടിപടിയാണ്. പക്ഷെ ഞാനൊരു വലിയൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്ന പേര് വിശ്വസിക്കുന്നത് നമ്മളെ കൊണ്ടിട്ട് അഭിപ്രായം നിങ്ങള് എന്താ പറയാ, കൊണ്ടുള്ള അഭിപ്രായം പറഞ്ഞ ആൾ പുറത്താണ്. എനിക്ക് തോന്നുന്നു നിങ്ങളിവിടെ ഉണ്ടോ ഉണ്ട് ആ ഒരു സംഭവം ഉണ്ട്. ക്ലാസ്സിൽ പോകുന്ന സമയത്ത് കേക്കൊക്കെ കെട്ടിക്കുമ്പോ ഇവരെല്ലാരും ഇങ്ങോട്ടേക്ക് മാറിക്കാം. അപ്പൊ ഞാൻ നമുക്ക് കുറച്ചങ്ങോട്ടേക്ക്, പക്ഷെ ഇവര് ഏകദേശം എല്ലാരും കുറച്ചൊരു ഇൻട്രോവേർട്ട് ടൈപ്പ്. ഞാനിപ്പോ കുറച്ച് സമയം പുറത്ത് പോകും. ഞാൻ പറഞ്ഞു നമ്മള് പോവല്ലേ, അതൊന്നും പറഞ്ഞാലോ ചേച്ചിപ്പോ പരിചയപ്പെട്ടു, ചേച്ചിനോട് പറഞ്ഞു. അപ്പൊ ഇവരാരും തയ്യാറാവുന്നില്ല സംസാരിക്കാം. നിങ്ങളായി കഴിഞ്ഞാൽ നല്ല കമ്പനി ആയിരിക്കും. നമ്മള് അതും നമുക്ക് കുറച്ച് പാട്ടൊക്കെ കേൾക്കാം. നിങ്ങൾ മാത്രം ഇവിടെ ആയിപ്പോയോടെ തോന്നിയ ഇല്ല, മനഃപൂർവ്വമാക്കിയതാണ്. അല്ല പിള്ളേർ പണിയെടുക്കില്ല. 3 മാസമേ ഉള്ളൂ ഇന്റേൺഷിപ്പിൽ വന്നതില്ലേ പറയില്ലേ കോട്ടോസ് ഇപ്പൊ ഇന്റേൺഷിപ്പ് ഒന്നും നടന്നില്ല എന്ന് അവിടെ പറയുന്നത്. ഫുള്ള് ജോലിയാണ്. കൊറേ വീഡിയോ എടുക്കുന്നുണ്ടാവും. ആ വീഡിയോസ് ഇന്നലെ വീഡിയോ ചെയ്യുമ്പോ നിങ്ങളെ കാണുന്നില്ല ആ വീഡിയോ. നിങ്ങൾ വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങളാണ്. വീഡിയോ വരാനുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞത് അയ്യോ ഇത് കുറച്ച് മുന്നേ തുടങ്ങായിരുന്നു, ഇത് അങ്ങനെയാണ് അയ്യോ നിങ്ങൾ പോക്കില്ല, അല്ലെങ്കിൽ ഇവരേക്ക് വെച്ചിട്ട് അഭിനയിപ്പിക്കായിരുന്നല്ലോ. ഫസ്റ്റ് നിങ്ങൾക്ക് ഭയങ്കര ഷൈ ആയിരുന്നു നിങ്ങളെ വിളിക്കുമ്പോ വരാൻ വേണ്ടി. അതിനായിട്ട് ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ഒരു വിളിക്കും നല്ലോണം പോക്കില്ല അല്ലേ? പോയാലും തിരിച്ചറിയാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അല്ല പോകുന്നതിന് മുമ്പ് എനിക്കൊരു പ്രശ്നം പറയാനുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാം MCA എടുക്കുക, ഞാനും ഡിഗ്രി കഴിഞ്ഞു വേറെ കോഴ്സ് ഒരു ഡിഗ്രിയെ എടുക്കാൻ താല്പര്യമില്ലാത്തതായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി പറഞ്ഞ പോലെ അപ്ലൈ ചെയ്തിട്ട് +2 കഴിഞ്ഞിട്ട് ഒരു ഇതും ചെയ്യുന്നില്ല, ഡിഗ്രി അപ്ലൈ ചെയ്യുന്ന ഒരു ഇതിന് ഞാൻ പിള്ളേരുടെ കൂടെ പോയിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ ചെറിയൊരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റേ ഈ ഷോറൂമിലൊക്കെ ഇന്റർവ്യൂവിലൊക്കെ പോയി മെക്കാനിക്കൊക്കെ ആയിട്ട് ജോയിൻ ചെയ്തിരുന്നു. എന്നിട്ട് നേരത്തെ പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു ഇതിലേക്ക് വരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ആക്സിഡന്റ് പറ്റിയതാണ് എറണാകുളത്ത് എത്തിച്ചത് തന്നെ. അപ്പോൾ അവിടുന്നാണ് കാര്യങ്ങൾ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പഠിച്ചത്. അവിടുന്ന് ഇന്റർവ്യൂസ് പോയി കുറേ ഏജന്റുമാർ പറ്റിച്ചു, ഏജന്റുമാർക്ക് പൈസ കൊടുത്തിട്ട് ജോലി ആക്കി തരാമെന്ന് പറഞ്ഞ് പൈസ കൊടുക്കലും ഞങ്ങളുടെ പരിപാടികൾ കഴിഞ്ഞപ്പോഴാണ് ഏകദേശം ഇതിൻ്റെ ഒരു മനസ്സിലായത്. അപ്പം അന്ന് എനിക്ക് മൈൻഡിലുണ്ടായ അന്നേരത്തൊക്കെ ഇങ്ങനെ ഇതായിട്ട് തുടങ്ങുന്നില്ലെങ്കിലും ഇനി വരാൻ പോകുന്നവർക്ക് ഈ കയ്യിൽ പുറത്തെടുക്കുന്നു, കയ്യിലുള്ള ജോലി കൊടുത്തിട്ട് ജോലി ഉണ്ടാക്കണ്ട, കയ്യിലുള്ള സ്കില്ല് വെച്ചിട്ട് ജോലി ഉണ്ടാക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം എനിക്ക് അതിൻ്റെ അക്കാദമി തുടങ്ങുമ്പോഴായാലും നമ്മൾ ആ ഇനീഷ്യൽ സ്റ്റേജിൽ കണ്ണൂർ ഓഫീസിൽ ഒരു ക്ലാസ് സെഷൻ 4-5 പേരെ വെച്ചിട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നമ്മൾ പറഞ്ഞു കൊടുത്തത് ഞാൻ കണ്ടിട്ട് കുറേ ആൾക്കാർ കോഴ്സ് കഴിഞ്ഞൊന്ന് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ആയാലും പഠിച്ചു കഴിഞ്ഞിട്ടും എന്തിനാ പഠിച്ചേ എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ആൾക്കാർ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്നുള്ളതും അതെങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഈ പഠിച്ച് വേസ്റ്റ് ചെയ്ത്, കാരണം ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പഠിച്ച് വെച്ച് അപ്പോൾ ടൈം വേസ്റ്റ്, അങ്ങനെ ഒരാളും വേസ്റ്റ് ചെയ്യരുത് ഉള്ളതുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇന്ന കാര്യങ്ങൾ പ്രിപ്പയർ ആവണം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ എനിക്ക് പറഞ്ഞിട്ടൊന്നുണ്ടായിരുന്നു. എനിക്ക് പ്രോപ്പറായിട്ടൊരു സമയം കിട്ടിയില്ല, ചെറിയ കിട്ടിയില്ല. കാരണം നിങ്ങൾ വന്ന സമയത്തും എനിക്ക് ആദ്യം നമ്മൾ പ്രോപ്പർ ഈ ഒരു A to B സെഷൻ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നീട് അങ്ങോട്ട് വേറെ ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിയറ്റിനെ ഹാൻഡ് ഓവർ ചെയ്തു. കാരണം എനിക്ക് കുറച്ചും കൂടി സെയിൽസ്
സൈഡ് നോക്കണ്ടാകുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ അധികം ഇങ്ങോട്ട് വരാഞ്ഞത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഇൻ്റർവ്യൂസിന് പോകുന്ന സമയത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇവിടുന്ന് നിങ്ങൾ എങ്ങനെയാണോ വർക്ക് ചെയ്തത് ഏകദേശം ആ ഒരു ലൈനിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഏത് കമ്പനിയിൽ പോയാലും ഉണ്ടാവുക. പിന്നെ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ ബാക്കിയുള്ള സ്റ്റാഫിനോട് ചോദിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയം നമുക്ക് ഇവിടെ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. നമുക്ക് പൊതുവെ വേറൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ 1 വീക്ക് അല്ലെങ്കിൽ 1 വീക്ക് ആദ്യം വെറുതെ അവിടെ പോയി നിൽക്കുക. പിന്നെ 1 മാസം വരെ ബെഞ്ചിലിരിക്കുക. 1 മാസം 2 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 3 മാസമൊക്കെ ബെഞ്ചിലിരിക്കുക. എന്നിട്ട് ഒരു 6 മാസത്തേക്ക് മിനി പ്രൊജക്റ്റ് നോക്കിയിരിക്കുക. എന്നിട്ട് അതിന് തൊട്ട് നോക്കുക. അങ്ങനത്തെ പരിപാടിയാണ്. നമുക്കിവിടെ പ്രൊബേഷൻ പീരീഡ് ആകെ 2 മന്ത്സേ പ്രൊബേഷൻ പീരീഡ് കൊടുക്കുന്നു. 2 മാസം വർക്കണം. ഫ്രാങ്ക് ആരാണെങ്കിലും സ്റ്റാഫ് വന്നാലും പറയുന്നത് 2 മാസം നോക്കും. നിങ്ങൾക്ക് സ്കിൽഡ് ആണോ, ഓക്കെ ആണോ, വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓക്കെ ഇല്ലെങ്കിൽ ആ ലൈനിൽ തന്നെയാണ്. കാരണം വെറുതെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമല്ലോ. ടൈം എന്ന് വെച്ചാൽ എല്ലാവരുടെ ലൈഫിലും ടൈം ഭയങ്കര വാല്യൂ ആണ്. കാരണം നിങ്ങളൊക്കെ ഓരോ ടൈമിനും 1 കൊല്ലം വെറുതെ ഇരുന്ന് ആ 1 കൊല്ലത്തിന്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ടാവും. ആ 1 കൊല്ലം നമ്മൾ വെറുതെ ഇരുന്ന് പോയതിന്റെ 1 കൊല്ലം യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇതിനൊക്കെ മുമ്പ് നിങ്ങൾ അടുത്ത സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ഒരു കമ്പനിയിൽ പോയിട്ട് 1 കൊല്ലം വെറുതെ ഇരുന്നിട്ട് എന്തിനാണ് വേസ്റ്റ് ചെയ്യുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് വരിക. എല്ലാവരും എന്തിനാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ലായിരുന്നു. എന്താണ് ബെനിഫിറ്റ് എന്നോ വെറുതെ വേസ്റ്റാണ്. ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ കാണാറുണ്ട് വിത്തൗട്ട് സാലറി 6 മാസമൊക്കെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് ബസ് പൈസ കൊടുത്തിട്ട് പണിക്ക് പോയിട്ട് വന്ന ആൾക്കാർക്ക് എന്തിനാ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല, എന്തെങ്കിലും പഠിച്ചിട്ടില്ല. പിന്നെ ആവശ്യമിരിക്കരുത്. അങ്ങോട്ട് പോകുമ്പോഴായാലും ഇൻ്റർവ്യൂസൊക്കെ പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യുക. ഒതൻറ്റിക് ആയിട്ടൊന്നും ചെയ്യരുത്. കാരണം ഇനി ആർക്കും ഒതൻറ്റിക് ആ സാധനം വേണ്ട, പഴയ സാധനങ്ങൾ ആർക്കും വേണ്ട, എല്ലാവർക്കും പുതിയത് മതി. അപ്പോൾ യുണീക്കായിരിക്കും എപ്പോഴും. ഓക്കെ, ഇവിടുന്ന് ഹോസ്പിറ്റലിലെ പാക്കേജ് ചെയ്താ എല്ലാം സെറ്റ് ചെയ്താ എന്നിട്ട് അവിടെ ഇനി കോളേജിൽ ബാക്കി പരിപാടികൾ പേപ്പർ ഉണ്ട്, ഒരു ടെക്നോളജിയുടെ റിപ്പോർട്ട് വെക്കാനുണ്ട്. എക്സാമില്ലേ? എക്സാമിന്റെ പ്രിപ്പറേഷനിൽ എങ്ങനെ? അടുത്ത മാസല്ലേ? ഇതിന്റെ ടൈം ടേബിളെല്ലാം പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് എന്താ പറയാനുള്ളത്? ഇനി പോയി പഠിപ്പിക്കുമ്പോൾ ഐ മീൻ അടുത്ത ബാച്ചിനെ നമ്മളെ പഠിപ്പിച്ചു, അടുത്ത ബാച്ചിനെ പഠിപ്പിക്കുമ്പോൾ പിള്ളേര് മാറി എന്നുള്ള കാര്യം ടീച്ചേഴ്സ് അറിയുന്നുണ്ടോ? നമ്മളോട് പറഞ്ഞു മെയിൻ പ്രോജക്റ്റിലേക്ക് ഇപ്പോഴുള്ള ഒന്നല്ല, പുതിയ ടെക്നോളജീസ് വേണം. പക്ഷെ അതൊക്കെ പഠിപ്പിച്ചിട്ടുമില്ല ഒന്നും. ഒക്കെ പഴയ പഠിപ്പിക്കുകയും ചെയ്തിട്ട് അതിനെ പറഞ്ഞിട്ടുണ്ടേ ഞങ്ങളോട് നിങ്ങൾ ഇനിയിപ്പോ മെയിൻ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ പുതിയ ടെക്നോളജീസ് ഒക്കെ അതിനാണ് ആ റിവ്യൂ പേപ്പറുകൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായില്ലേ. ഒരു ടെക്നോളജിന്റെ ഒരു പേപ്പർ തന്നെയാണ് സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ അതിന്റെ സെക്കൻഡ് പ്രസന്റേഷൻ ഒക്കെ ആവും. അപ്പൊ ഇനി എങ്ങനെയെങ്കിലും പഠിപ്പിക്കുമ്പോ അത് നമ്മൾ IT കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഉള്ള ആൾക്കാർ ഈ BEd MD പോലത്തെ ടീച്ചിങ്ങിന് ട്രെയിനിങ് ബൂസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒന്നും സംഭവങ്ങളൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ PG കഴിഞ്ഞ് അഥവാ നെറ്റ് ക്വാളിഫൈ ആയാൽ നേരിട്ട് പഠിപ്പിക്കാന്ന്. അപ്പൊ അവർക്ക് ജസ്റ്റ് എങ്ങനെ പഠിപ്പിക്കാമെന്നുള്ളതിനെ പറ്റിയിട്ടില്ല. അവർക്ക് അറിയാം, പക്ഷെ അത് ഷെയർ എങ്ങനെ പഠിപ്പിക്കാന്നുള്ള അവർക്ക് അതിന്റെ ട്രെയിനിങ് ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ലാബിൽ കുറച്ചധികം സമയം തരുന്നാണെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൽ ഇരിക്കുന്നുമില്ല, നമ്മൾ ആ ഒരു സീരിയസ്നെസ് പറഞ്ഞോണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് സമയം നമ്മൾ ഒരു പാർട്ട് തിയറി പഠിപ്പിച്ചാല് എങ്ങനെ അത് പ്രാക്ടിക്കലി അതിന്റെ സംഭവം വരുന്നു എന്നുള്ളതൊന്ന് ഔട്ട് എങ്ങനെയാന്ന് നമുക്ക് അവിടെ കാണിച്ചു തരുമോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലാബ് ആവത് വെറുതെ കംപ്ലീറ്റ് ചെയ്യാം. ഞങ്ങൾ അങ്ങനെയാ ഇത്രയും ഒരു അസൈൻമെന്റ് തരും. ഓക്കെ, അത് ഒരു ദിവസം ഇരുന്നല്ലേ ചെയ്യും, പേര് വന്നു ചെയ്യും. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് പറഞ്ഞ് ചിരിക്കുമ്പോ രസമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആണ്. അങ്ങനെ അത് നല്ലൊരു കാര്യം. അല്ല, ആ സമയത്ത് നമ്മൾ ഒരു എക്സാം ഉണ്ടെങ്കിൽ അവരെ ഉത്തരവാദിത്തമാണ്. അതിന്റെ നമ്മള് കഴിഞ്ഞ സമയത്ത് പഠിച്ചാൽ മതിയായിരുന്നു.
അവരൊന്നും പാറ്റേൺ ഒന്നും മാറ്റൂല, എന്നാലും പറയാം അങ്ങനെ ഒരു ചാൻസ് എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് പറ്റും. ഈ ഇന്റേൺഷിപ്പ് പോലത്തത് ഒരു ലാസ്റ്റ് സെമ്മോ അങ്ങനെയൊന്നും പോയിട്ടാണെങ്കിൽ ഫുള്ളി അങ്ങനെ വലിയ പ്രശ്നമൊന്നും അല്ലേ? അല്ലെങ്കിൽ ഒരു 2 സെമ്മെങ്കിലും ഇത് കുറച്ചൊരു നമ്മുടെ സ്ട്രീമൊക്കെ പ്രാക്ടിക്കലാണ് ഇവരെ അറിയാം, പക്ഷെ ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കലാണ്. നമുക്ക് അങ്ങനത്തെ ട്രെയിനിങ് കിട്ടുന്നു. നിങ്ങളുടെ പിന്നാലെ വരുന്നവരോടും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇതാണ്. അല്ല നമ്മളിപ്പോ ജൂനിയേഴ്സ് സെയിം നമ്മളെ പോലെ ഇപ്പൊ നമ്മള് ഓക്കെ ഇപ്പൊ സ്ട്രെസ് വരാനുള്ള ടൈമായി സെയിം കാലം റിപ്പീറ്റ് ചെയ്ത് തരും. അപ്പൊ എന്തെങ്കിലുമൊക്കെ സ്വന്തം തന്നെ കൊറേ ടൈം ഉണ്ട്, പക്ഷെ നല്ല സമയം ഉണ്ടാവും. നല്ല സമയം കിട്ടി ഞങ്ങൾക്ക്, ഞങ്ങൾ കളഞ്ഞതാ. എന്നിട്ട് ഈ 3 മാസം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ MCA ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മെയിൻ പ്രോജക്റ്റിനൊക്കെ അത്ര ഷോർട്ട് ടൈം പീരീഡ് എന്നിട്ട് വെറുതെ തിയറിക്കൊക്കെ ബാക്കി 3 സെമ്മൊക്കെ ഉണ്ട്. അപ്പോ ഫസ്റ്റ് സെമ്മ് മുതലേ എങ്ങനെ ഏതൊക്കെ നല്ലത് നോക്കാം, വെറുതെ കുറച്ച് സമയം നോക്കുമ്പോ നമുക്കറിയില്ല, നമ്മുടെ ഫ്രണ്ടിന് അറിയില്ല. അപ്പൊ അവരോട് ചോദിക്കാം. അപ്പൊ അവരെന്താ അവര് വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്, ചിലപ്പോ അവർക്ക് കുറച്ചും കൂടി പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഉണ്ടായി. അപ്പൊ അത് നമുക്കും എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്നത് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ നോക്കാം, യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങളെ ഞാൻ പറഞ്ഞില്ല, നിങ്ങളുമായിട്ട് കൂടുതൽ എന്താണ് മിങ്കിളാവാൻ പറ്റിയിട്ടില്ല. അത് നിങ്ങൾ ഈ റൂമിൽ ആണ് ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് വാഷ്റൂമിലേക്ക് പോകുന്ന സമയത്ത് പുറത്ത് അങ്ങനെയാണല്ലോ. പിന്നെ ഇടയ്ക്ക് അബീനെ വിളിക്കാൻ, അജിത്തിനെ വിളിക്കാൻ ബാംഗ്ലൂർ പഠിക്കുന്ന പിള്ളേരെ പറഞ്ഞു കൊടുത്ത് ചോറ് കിട്ടാണ്ടിരുന്നല്ലേ ഇവര് മേടിച്ചിട്ട് നോക്കിട്ട് എങ്ങനെയുണ്ട് അത് നിങ്ങൾക്ക് നല്ല ഇഷ്ടമായോ മേടിച്ചാൽ മതി. വേണ്ടിയിട്ടാണ് മേടിച്ചത്. പിന്നെ ചില ദിവസം കറി ഉണ്ടാവില്ല, ചില ദിവസം ഇത് ഞങ്ങൾ പുറത്തേക്ക് നമ്മുടെ നിങ്ങള് പുറത്തോട്ട് പോയിരുന്നു ഹോസ്റ്റലിലേക്കാണ് പോകുന്നത്. അവിടെ ഫുഡ് പ്രോട്ടീൻ കടല അങ്ങനത്തെ പക്ഷെ ഉപ്പുണ്ടാവില്ല. അവര് ഒരു കുട്ടിയുടെ അച്ഛൻ കംപ്ലൈന്റ് ചെയ്തു, നിങ്ങളെന്ത് ഫുഡാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവര് പ്രോട്ടീൻ ഫുഡാണ് കൊടുക്കുന്നത്. മെനൊക്കെ അയച്ചു കൊടുക്കും. അപ്പൊ അവിടെ അച്ഛൻ ചോദിച്ചു പ്രോട്ടീൻ ഫുഡ് കൊടുത്താൽ മാത്രം പോരാ, അതിൽ ഉപ്പും മുളകൊക്കെ ഇടണം. ചിക്കൻ ബിരിയാണി ബിരിയാണി ഉണ്ടാവും, മുട്ടക്കറി ഉണ്ടാവും, ചിക്കൻ കറി ഉണ്ടാവും. ചിലപ്പോ അത് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, നമുക്ക് മടുത്തത് കൊണ്ടായിരുന്നു തോന്നിയ അത് ഡെയിലി നമ്മൾ ഞങ്ങൾ ഒരു ദിവസം രാത്രി വന്നയാ അപ്പൊ ഒരു ആലു പൊറോട്ട കഴിച്ചോ. ഇപ്പൊ ഞങ്ങൾ കഴിച്ചു ഒന്നും വേണ്ട, കഞ്ഞിയെങ്കിലും കിട്ടും. അപ്പൊ ഇവിടെ അതുപോലെ ഞങ്ങളൊരു മലയാളി നാട്ടില് ഗീ റൈസ് ഞങ്ങൾ ആദ്യം അത് കഴിച്ചു. മലയാളി അല്ല, അവര് മലയാളം പറയുന്നത്. പക്ഷെ എന്തൊരു ടേസ്റ്റിൽ ഒരു കടയും കൂടി ഞങ്ങൾ അവിടെ കണ്ടിട്ട്, പക്ഷെ അത് കുറച്ച് എക്സ്പെൻസ് ആയിട്ട് ഇവര് വരില്ല, അത് കുറച്ച് അപ്പുറത്തേക്ക് വേറെ സ്ഥലം കാണാൻ ഒരു പാർക്കിൽ പോയി ടൈം അറിയില്ലായിരുന്നു. അത് വൈകുന്നേരം 4 മണിക്കായിരുന്നു. ഞങ്ങള് രാവിലെ പോയി. അത് ഞങ്ങൾ കണ്ണൂർ എന്താണ് ചെയ്ത് അതിന്റെ ചെയ്യാൻ പറ്റിയതാ. അവിടെ ഞങ്ങൾ ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ നടിക്കരുത് ഒരു ദിവസം ഇപ്പൊ നമ്മള് മൺഡേ ടു ഫ്രൈഡേ ലീവ് അന്ന് നടിക്കൊരു ദിവസം കിട്ടൂല. അപ്പൊ ആരും വീട്ടിലൊന്നും പോകില്ല, വേറെ വീട്ടിൽ പോകില്ല. അപ്പൊ ഞങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്ത് കറങ്ങാൻ തലേന്ന് പ്ലാൻ ചെയ്യും. സാറി പോവും, വേറെ ആരും പോവില്ല, ഞങ്ങളെല്ലാരും ഉണ്ടാവും. ഇവരാണെങ്കിൽ വീട്ടിലുള്ളവർ വീട്ടിൽ നിന്ന് വരികയും ചെയ്യും. അപ്പൊ ഞങ്ങള് മാക്സിമം കണ്ടതൊക്കെ എല്ലാ സ്ഥലത്തും പോകും. ഞങ്ങൾ ഹൈലൈറ്ററൊക്കെ കാണാം എല്ലാ സ്ഥലത്തും. അതുപോലെ ഒരു ദിവസം സൺഡേ ഇങ്ങനെ തന്നെ അതും ഇവർക്ക് അത്ര താല്പര്യം ഉണ്ടായിട്ടില്ല. സാറേ
നിർബന്ധിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് പോയതാണ്. അത് ഓർമ്മയില്ല. എന്നിട്ട് വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് ഒരു കടയുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്നു. ഇവിടെ മര്യാദ ഇങ്ങനെ ഇരിക്കാനൊന്നും ഫീലിംഗ് ഒട്ടും ഇല്ലാത്തൊരു സ്ഥലമാണ് ഞങ്ങളവിടെ. ഇവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളെല്ലാവരും വേഗം പോകുമ്പോ അത് ചിലപ്പോ ഇവിടെ ഇഷ്ടമാക്കുന്നത് കൊണ്ടാവൂലേ ഞങ്ങൾക്ക് ക്യാമ്പസിലേക്ക് വേഗം പോകാനുള്ള ഇഷ്ടം കൂടുതലാണ്. നമ്മുടെ 144 ഇവിടെ ഉണ്ടായില്ലേ, അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരവിടെ. എല്ലാരും വന്നു, കോഴിക്കോടുള്ളവരും ഇവിടെയുള്ളവരും ആരും വീട്ടിൽ പോയില്ല. ആരും വീട്ടിൽ പോയിട്ട് എല്ലാവരും ക്യാമ്പസിലുണ്ട് വെയിറ്റ് ചെയ്ത് നോക്കാൻ ചോദിക്കാൻ. കറക്ഷൻസ് എടുത്തിക്കണോ എന്താണെന്നുള്ളത് നിങ്ങളുടെ സൈഡിൽ നിന്ന് റെസ്പോൺസിബിലിറ്റി പറ്റും. അത് നമ്മള് സ്ക്രാച്ച് മെത്തേഡ് പ്രൊജക്ട് അല്ലേ, നമ്മൾ തന്നെ അറിയുന്നവരല്ലേ, അതുകൊണ്ട് നമുക്ക് ഇവരോട് ചോദിക്കാനുള്ള സാധനം ഏത് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇവർ സഹായിക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ വേറെ വരുമ്പോ അവർക്ക് കമ്പനി ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ കുറച്ച് എന്തെങ്കിലും ബേസ് ക്ലാസ് ആദ്യം നമുക്ക് PhD കുറച്ച് ബേസ് ക്ലാസ് തന്നെ, പക്ഷെ അത് നമുക്ക് തിരിഞ്ഞിരുന്നത് പിന്നെ ആ പ്രൊജക്ട് എല്ലാം മാറിയിട്ടില്ലേ. അത് അങ്ങനെ കുറച്ചുകൂടി നല്ലതായിരുന്നു തോന്നി. നമുക്ക് പ്രശ്നമായിട്ടില്ല, കാരണം നമ്മളെല്ലാവരും അറിയുന്നവരല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടാ. പക്ഷെ അത് ഒരു രണ്ടു നോക്കുമ്പോൾ നമുക്കത് പഠിക്കാനും പറ്റിയിട്ടുണ്ട്. നമ്മളെന്നെ യൂട്യൂബ് വീഡിയോ കണ്ട് നമ്മളെന്നെ രസമുണ്ട്. ശരിക്കും പഠിപ്പിക്കുന്നതിനെക്കാട്ടും സ്വന്തമായിട്ട് പഠിക്കുകയാണ് തിരിയുക. വേറെ ഒരാള് പറഞ്ഞു നമുക്കറിയാം അത് നമ്മളെ പഠിപ്പിച്ചാലും നമ്മൾ പഠിക്കുക. കാരണം നമ്മൾ ഒരേ കാറ്റഗറി ആണ് ഇവിടെ എല്ലാ സ്റ്റാഫ് ആയാലും നമ്മൾ സ്റ്റാഫിന് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ആർക്കും നമ്മൾ ഇതൊരു ട്രെയിനിങ് ആയിട്ട് അങ്ങനെ കൊടുത്തില്ല. ഇപ്പൊ ഫ്രാൻസിസ് ആയാൽ പോലും ഫ്രാൻസിസ് ഇവിടെ വന്ന ഗ്രാഫിക് ഡിസൈനറായിട്ടാ ഇപ്പൊ ഇത് പോസ്റ്റിലിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫും വന്ന പൊസിഷനിൽ ഇതുവരെ ഇരുന്നിട്ടില്ല. നമ്മുടെ ശരത് ഡെവലപ്മെന്റ് ടീം ആയാലും ഫ്രണ്ട് എൻഡിൽ വന്നവർ ഇപ്പം ഇരിക്കുന്ന ബാക്ക് എൻഡില്ല. പിന്നെ നമുക്ക് ബാക്ക് എൻഡിൽ വന്നവർ ഫ്രണ്ട് എൻഡിൽ ഇരിക്കുന്നുണ്ട്, ബാക്ക് എൻഡിൽ വന്നവർ ഫ്ലട്ടറിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ഓൺ ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്ന ക്ലാസ് അല്ലാതെ പറഞ്ഞെങ്കിൽ. സമയം പോയിട്ടുണ്ട്. ഇന്നലെ 7 മണിക്കാണ് 7:30. ഞാൻ നിങ്ങളുടെ പോയ വീട്ടിലുള്ള മറന്നു പോകും. ഞാൻ ഇങ്ങനെ അങ്ങോട്ടേക്ക് ഓടിയിട്ട് തിരിച്ച് അവിടെ എത്തുമ്പോഴാണ് വീട്ടിലുള്ള നാട്ടിലേക്ക് പോകാൻ വേണ്ടി നമ്മളെല്ലാം റെഡി ആയില്ല, ഇവരറിയുന്നില്ല. എല്ലാരും അങ്ങനെയാണ്. ഇന്നലെ 5:30 6 മണിയാകുമ്പോൾ പോകുന്നില്ലേ, എല്ലാരോടും ഡെയിലി വിളിക്കുന്നുണ്ട്. പഴയങ്ങാട് ഓഫീസിൽ കളിപ്പുറം ഓഫീസിൽ ഉണ്ടാകുമ്പോൾ ഇവനെ ഇരിട്ടിയിലേക്ക് ബസ് 5:30 6 മണിക്ക് ലാസ്റ്റ് ബസ് 5:45 ഞാൻ പറയണ്ട പോകുന്നില്ലേ, 5 പോകുന്നില്ലേ. ബസ് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ടോടണം ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അത് തീർക്കാനുള്ള ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ബേസ്ഡ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി റെഡിയാണ് അല്ലേ? ശരി, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇനിയിപ്പോ വേറെ കമ്പനിയിൽ കയറിയാൽ എന്തെങ്കിലും ബേസ്ഡ് ആയിട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ പറഞ്ഞാൽ ഇവിടെ കോർക്ലാസിന്റെ ടീം എപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. ഗ്രൂപ്പ് ഒന്നും ഒരിക്കലും ഡിസ്മാൻഡിൽ ഇല്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ പറഞ്ഞ ഇൻഫർമേഷൻസ് എന്തായാലും കാണുന്നവർക്ക് യൂസ്ഫുൾ ആണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ടീച്ചേഴ്സിനോടാണെങ്കിലും അവർക്ക് സാധാരണ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലല്ലേ, അപ്പൊ ഞങ്ങളെ പേപ്പർ ആ ടീച്ചേഴ്സ് ഞാൻ നോക്കാം. അല്ല, ടീച്ചേഴ്സ് തന്നെ മുമ്പ് സ്കൂളിൽ അവരെന്നെ ചോദിക്കില്ലേ അവരെ കുറിച്ചുള്ള അഭിപ്രായം? അപ്പൊ നമുക്ക് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്താൽ ഞാൻ എന്റെ ഫസ്റ്റ് ഇതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പതറി. അപ്പൊ ബൈ ബൈ.